ഈ ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക് ഫാമിലീസ്. ഇതാണ് ടോപ്പിക്. ലാസ്റ്റ് മോഡ്യൂളാണ് ലോജിക് ഫാമിലീസ്. ലോജിക് ഫാമിലീസിനകത്ത് എന്താണ് ലോജിക് ഫാമിലി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക്സ് ഫീൽഡ് ഇത്രയും അഡ്വാൻസ്ഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള സാധനമാണ് ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതായത് IC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ IC എന്ന് പറയുന്ന ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൻ്റെ ഒരു കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും ഈ ഒരു ഇലക്ട്രോണിക്സ് ഫീൽഡ് ഇത്രയും അഡ്വാൻസ്ഡ് ആയത്. അപ്പോൾ അതിനകത്ത് നേരത്തെ അനലോഗ് സിസ്റ്റംസ് ആയിരുന്നു. അനലോഗ് സിസ്റ്റങ്ങളിൽ നിന്ന് മാറിയിട്ടാണ്, അനലോഗ് സിസ്റ്റങ്ങളായിരുന്നപ്പോഴാണ് നമുക്ക് വലിയ റേഡിയോ, വലിയ TV, വലിയ കമ്പോണൻസ്, വലിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ തന്നെ കമ്പോണൻസിൻ്റെ വലിപ്പം കുറഞ്ഞു തുടങ്ങി. അത് വൺസും സീറോസും മാത്രമാക്കി തുടങ്ങി. കണ്ടിന്യൂസ്ലി വേരിയിങ് സിഗ്നൽ ഇല്ലാതെ വൺസിനെയും സീറോസിനെയും ബേസ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസം വന്നു. അതുകൂടാതെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ചെറിയൊരു ചിപ്പിനകത്ത് ഒരുപാട് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സും കമ്പോണൻസും ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു ഫോം ഫാക്ടറിൽ വലിയ സർക്യൂട്ടുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും എന്ത് ചെയ്തു, നമ്മൾ ചെയ്യുന്ന ഓരോ ഡിവൈസുകളുടെയും സൈസ് ചെറുതായി വന്നു. പണ്ടത്തെ കാലത്ത് TV കണ്ടുള്ളവർക്ക് ഇന്നത്തെ കാലത്തെ LED സ്ക്രീൻ കണ്ടുള്ളവർക്കും അറിയാം. വലിയ പെട്ടി പോലത്തെ TVക്കകത്തൊന്ന് മാറിയിട്ട് ഒരു ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഫ്ലാറ്റ് സ്ക്രീൻ TVs വരെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പെട്ടി പോലത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ടായിരുന്ന കാലത്ത് ഇന്നിപ്പോൾ വളരെ ചെറിയ ടൈന്യൂട്ടായിട്ടുള്ള മില്ലിമീറ്ററോ സെൻറ്റിമീറ്ററോ വലിപ്പമുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതൊക്കെ പോസിബിൾ ആയത് ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്നൊരു കൺസെപ്റ്റിലാണ്. അല്ലെങ്കിൽ അതിന് നമുക്ക് പല ലെവൽസ് ഓഫ് ഇതുണ്ടായിരുന്നു. നമുക്കതെന്ന് പറഞ്ഞ് പണ്ട് ആദ്യത്തെ ഇൻ്റഗ്രേഷൻ നമ്മൾ വിളിക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ അഥവാ SSI, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് മാറിയിട്ട് കുറച്ചുകൂടെ മീഡിയം സ്കെയിലായി, അഥവാ ഇറ്റ്സ് കോൾഡ് MSI, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അതായത് ഒരു കുറേ ആയിരക്കണക്കിന് കമ്പോണൻസ് ഒരു സർക്യൂട്ടിനകത്ത് കൊണ്ടുവന്ന സ്മോൾ സ്കെയിലായി. പിന്നെ നമ്മൾ ആ കമ്പോണൻസിനെ ആ സെയിം സ്പേസിൽ കൂടുതൽ നമ്പർ ഓഫ് കമ്പോണൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനായി. ഈ SI എന്ന് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അവിടുന്ന് പിന്നെന്തുമായി, ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനായി. അത് കുറേ കൂടെ കൂടുതൽ നമ്പർ ഓഫ് കമ്പോണൻസ് ഒരു ചെറിയ സർക്യൂട്ടിൽ കൊണ്ടുവന്നു, ചെറിയ ചിപ്പിനകത്ത് കൊണ്ടുവന്നു. അവിടുന്ന് നമ്മൾ വീണ്ടും പോയിട്ട് VLSI, ഇപ്പോഴത്തെ ഒരു വൺ ഓഫ് ദി അഡ്വാൻസ്ഡ് ഫീൽഡാണ് VLSI, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. കുറേ കൂടെ അതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടിയും കമ്പോണൻസിനെ കൊണ്ടുവന്നു. അവിടുന്നും പോയിട്ട് നമ്മൾ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ULSI എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയി. VLSIയെക്കാട്ടി കൂടുതൽ അൾട്രാ ലാർജ് സ്കെയിൽ. അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്നും പോയിട്ട് ജയൻറ്റ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് GSIയിൽ വന്നിരിക്കുകയാണ് നമ്മൾ. അതായത് ഡിജിറ്റലേ അല്ലായിരുന്നു നടത്തുന്നത്, ഡിജിറ്റലായി കുറച്ചധികം കമ്പോണൻസിനെ, കുറച്ചധികം ട്രാൻസിസ്റ്റേഴ്സിനെ ചെറിയൊരു സർക്യൂട്ടിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് IC ഉണ്ടാക്കി. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ, കുറച്ചെണ്ണത്തിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന ഇൻ്റഗ്രേഷൻ ആയിരുന്നു. അതിനുശേഷം ആ ചെറിയ സ്പേസിൽ തന്നെ ഉണ്ടായിരുന്ന കമ്പോണൻസിൻ്റെ എണ്ണം ഒരുപാട് കൂട്ടിയിട്ട് തന്നെ മീഡിയം സ്കെയിലാക്കി. അവിടുന്ന് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ വന്നു, അവിടുന്ന് വെരി ലാർജ് സ്കെയിൽ വന്നു, അവിടുന്ന് അൾട്രാ ലാർജ് സ്കെയിൽ വന്നു, ലാസ്റ്റ് ജയൻറ്റ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക്, ഈ ഒരു രീതിയിലാണ് ICയിൽ നമ്മുടെ സർക്യൂട്ട്സ് നമ്മുടേത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങൾ നമുക്ക് മെയിൻലി അവൈലബിൾ ആണ്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങൾ അതിന് വേണ്ടേ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ബേസിക്കലി ഞാനിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്, നമ്മുടെ ഓവറോൾ നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കുറയും. നമ്മുടെ ഓവറോൾ ഡിജിറ്റൽ സിസ്റ്റം സൈസ് എന്ന് പറയുന്നത് കുറയും, ഒരു നല്ല രീതിയിൽ കുറയും. നമുക്കിപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കേസാണ്. രണ്ടെന്ന് പറയുന്നത്, നമുക്ക് ഈ ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് പോയപ്പോഴും നമ്മൾ ഈ ലോജിക് സിസ്റ്റത്തിലേക്ക് പോയപ്പോൾ നമുക്ക് കൊണ്ടുപോയ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് കൂടി. അനലോഗ് സിസ്റ്റങ്ങളെക്കാട്ടിലും 10 മടങ്ങ് ഒരുപാട് ടൈംസ് റിലയബിലിറ്റി നമുക്ക് ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ, ICയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് കൂടി. അതുകൂടാതെ പറയുകയാണെങ്കിൽ പവർ കൺസംഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പവർ കൺസംഷൻ കുറഞ്ഞു. അതായത് പണ്ട് ഒത്തിരി പവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിസ്റ്റങ്ങളൊക്കെ ഇപ്പോൾ വളരെ ചെറിയ പവറിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ബാറ്ററി കൊണ്ട് വരെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പണ്ടത്തെ കാലത്ത് എനിക്ക് നമ്മുടെ മെയിൻ പവർ കൊടുത്ത് ഭയങ്കര രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ മാത്രം പറ്റിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ബാറ്ററി പവർഡായിട്ട് വരെ വർക്ക് ചെയ്യും. വിച്ച് മീൻസ് അതിനകത്തുള്ള കമ്പോണൻസ് ഉപയോഗിക്കുന്ന പവർ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ICs ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പവർ കൺസംഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു, സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, റിലയബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നിരുന്നാലും ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഡിജിറ്റൽ ICs
ഈ ഉപയോഗിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. ഈ ഡിജിറ്റൽ ഐസീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു പരിധിയിൽ കൂടുതൽ വോൾട്ടേജിലോ കറണ്ടിലോ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിനൊരു മാക്സിമം ലെവൽ ഓഫ് വോൾട്ടേജും കറണ്ടും ഉണ്ട്. ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതാണ്. അതായത് ലോ പവറായിട്ടുള്ള സർക്യൂട്ട്സിന് മാത്രമേ നമുക്ക് യൂഷ്വലി എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഐസീസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു പരിധി കൂടുതൽ കറണ്ടോ ഒരു പരിധിയിൽ കൂടുതൽ വോൾട്ടേജ്, ഒരു പരിധി എന്ന് പറയുന്ന ആ പരിധി ഭയങ്കര ചെറുതാണ്. ആ ചെറിയ പവറോ ചെറിയ കറണ്ടോ ചെറിയ വോൾട്ടേജിലോ കൂടുതൽ അതിന് താങ്ങാൻ പറ്റുന്നതിലും ശകലമെങ്കിലും കൂടുതൽ വന്നാൽ ആ ഐസി കത്തിപ്പോവും, ഐസി അടിച്ചു പോകും. മനസ്സിലാവില്ല? അപ്പോൾ നിങ്ങളുടെയൊക്കെ കമ്പോണൻസോ വീട്ടിലുള്ള ടി വിയോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണോ സാധനമൊക്കെ പോകുമ്പോൾ ഐസി പോയി അല്ലെങ്കിൽ കത്തിപ്പോയി അടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ റീസൺ ഇതാ. അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടി കൂടുതൽ കറണ്ടോ വോൾട്ടേജോ വളരെ ചെറിയ എമൗണ്ട് പോലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അതാണ് ഒരു മെയിൻ ലിമിറ്റേഷൻ. അതേസമയം നമ്മുടെ അനലോഗ് സർക്യൂട്ട്സ് ആണെങ്കിൽ ആ പ്രശ്നമില്ല. അതിൽ അങ്ങനെ അത് നല്ല രീതിയിൽ പവറിനെ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈ പവർ വന്നാലും ഹൈ വോൾട്ടേജ് വന്നാലും ഹൈ കറണ്ട് വന്നാലും അതിനെ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ടായിരുന്നു? ഈ അനലോഗ് സിസ്റ്റങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഡിജിറ്റൽ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തൊരു പരിധിയിൽ വളരെ ചെറിയ മാർജിനിൽ പോലും അതിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ വോൾട്ടേജോ കറണ്ടോ വന്നാൽ അത് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ, നമ്മുടെ ഡിജിറ്റൽ ഐസിയുടെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജിനെയോ ഹൈ കറണ്ടിനെയോ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാണ്ട് ഹാൻഡിൽ ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഹൈ വോൾട്ടേജിനെയോ ഹൈ കറണ്ടിനെയോ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് മെയിൻലി ഡിജിറ്റൽ ഐസിക്കകത്ത് നമ്മൾ മെയിൻലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സാണ്. നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിലൊക്കെ പഠിച്ചതാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിലോ നിങ്ങൾ അതുപോലെ തന്നെ ഈ സെമിസ്റ്ററിലോ എവിടെയെങ്കിലും നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടോ? ഏതെങ്കിലും സബ്ജക്റ്റിൽ ഉണ്ടോ? ഹലോ, നിങ്ങളോടാ ചോദിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഫസ്റ്റ് ഇയറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തേർഡ് സെമ്മിലോ നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പിള്ളേരെ കേൾക്കുന്നില്ലയോ? ഈ സെമ്മിൽ നിങ്ങൾ BJT ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? BJT ഏത് അനലോഗ് ആണോ? അനലോഗ് സർക്യൂട്ട്സ് ആണോ? ഏതിനകത്താ? അല്ലല്ലോ, ഏതിനകത്ത് വരുന്നേ? ഏതാടാ? SSD. ശരി. അപ്പോൾ നിങ്ങൾ BJT മാത്രമേ പഠിക്കുന്നുള്ളോ അതോ സാധാരണ ട്രാൻസിസ്റ്റർ പഠിക്കുന്നുണ്ടോ, BJT പഠിക്കുന്നുണ്ടോ? അതിൻ്റെ കൂടെ നിങ്ങൾ ഈ മോസ്ഫെറ്റ് FET വരെ പഠിക്കുന്നുണ്ടോ? നിങ്ങളുടെ സിലബസിലുണ്ടോ FET? മോസ്ഫെറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബേസിക് അറിഞ്ഞിരിക്കുന്നത് നല്ലത്. നമുക്കിപ്പോൾ അതിനകത്ത് ആവശ്യം വരികയും ചെയ്യും. നമ്മുടെ ഈ ലോജിക് ഫാമിലിക്ക് അത് ആവശ്യം വരികയും ചെയ്യും. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ എന്താണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന സാധനം ബേസിക്കലി സ്വിച്ച് ആണ്. അത് നിങ്ങളെ ഓൾറെഡി പഠിപ്പിച്ചെന്ന്. ആരെ പഠിപ്പിക്കുന്നത് നിങ്ങളെ? SSD. ശരി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ട്രാൻസിസ്റ്റർ എന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ? ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്വിച്ച് ആണ്. അതിനകത്ത് നമുക്ക് മൂന്ന് കണക്ടേഴ്സ് നമുക്ക് കാണും. ബേസ്, എമിറ്റർ, കളക്ടർ. അപ്പോൾ അതിനകത്ത് നമുക്ക് ജസ്റ്റ് ബേസിനകത്ത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് ഫോർവേഡ് ബേസോ റിവേഴ്സ് ബേസിലോ വർക്ക് ചെയ്യും. അതനുസരിച്ച് നമുക്ക് കളക്ടറിലോട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് ആണെങ്കിൽ എമിറ്ററിൽ നിങ്ങൾക്ക് കറണ്ട് എടുക്കാം, അല്ലെങ്കിൽ കളക്ടറിൽ നിങ്ങൾക്ക് വോൾട്ടേജ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് എ സ്വിച്ച്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്വിച്ചാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഡിജിറ്റലിൽ ഉപയോഗിക്കുന്നത്. അതായത് സ്വിച്ച് ഓൺ ആണെങ്കിൽ 1, സ്വിച്ച് ഓഫ് ആണെങ്കിൽ 0. സോ സ്വിച്ചസ് ആണ് ബേസിക്കലി ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ ബേസ്. സോ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ബേസിക്കലി ഡിജിറ്റൽ ഐസിക്കകത്തെല്ലാം ഉള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിനെയാണ് കൂടുതലും നമ്മൾ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഈ VLSIക്കകത്തും ULSIക്കകത്തും GSIക്കകത്തും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ചിപ്പിനകത്ത് നമ്മൾ മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ചില കേസിൽ നല്ല പ്രിസൈസ് ആയിട്ടുള്ള പ്രിസിഷൻ റെസിസ്റ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. സർക്യൂട്ട്സ് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രിസിഷൻ റെസിസ്റ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് ഇൻഡക്ടേഴ്സ് ആവശ്യമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക? ഈ സാധനങ്ങളൊന്നും നമുക്ക് ഒരു ചിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഐസിക്കകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല ഈ പ്രിസിഷൻ റെസിസ്റ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ടേഴ്സ്, ഈ സാധനങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും നമുക്ക് ഇതിനകത്താക്കാൻ പറ്റില്ല. ഡിജിറ്റൽ IC അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ആക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സർക്യൂട്ട് ബോർഡ് എടുത്ത് നോക്കിയാൽ അറിയാം, ICs നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ എന്തൊക്കെ ഉപയോഗിക്കും? റെസിസ്റ്റേഴ്സ് വേണമെങ്കിൽ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കും, ട്രാൻസ്ഫോമേഴ്സ് വേണമെങ്കിൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും, ഇൻഡക്ടേഴ്സ് വേണമെങ്കിൽ ഇൻഡക്ടർ. അതൊക്കെ എക്സ്റ്റേണൽ കമ്പോണൻസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ മാത്രമേ ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ യൂസിങ് ICs. ബേസിക്കലി ട്രാൻസിസ്റ്റർ മാത്രമല്ല വേറെ കുറച്ച് കമ്പോണൻസ് ഉണ്ടെങ്കിലും ബേസിക്കലി വി ആർ ഇംപ്ലിമെൻറ്റിങ് ഓൺലി ട്രാൻസിസ്റ്റേഴ്സ്.
അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൂടാതെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതും ഏതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്? നമ്മുടെ ഡിജിറ്റൽ ICയുടെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ IC എന്ന് പറഞ്ഞാൽ ലോ പവർ സർക്യൂട്ട്സിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു സാധനമാണ് ഡിജിറ്റൽ ICs എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമ്മൾ ഇതാണ് എന്താണ് ഡിജിറ്റൽ IC എന്ന് നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇപ്പോൾ ഈ ICസിനെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ ICസിനെ നമ്മൾ എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നതുകൊണ്ട് ഓൾറെഡി നിങ്ങൾക്ക് SSDക്ക് അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു പല രീതിയിൽ നമ്മളതിനെ കണക്ട് ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്ന പേര് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബൈപോളാർ ലോജിക് ഫാമിലീസും ഉണ്ട്, അതുപോലെ തന്നെ യൂണിപോളാർ ലോജിക് ഫാമിലീസും ഉണ്ട്. ഓക്കെ, എന്താണൊരു ബൈപോളാർ ട്രാൻസിസ്റ്റർ? നിങ്ങൾ ഇപ്പോൾ BJT പഠിക്കുന്നുണ്ട്. എന്താണ് ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ? ആരില്ലെന്ന് പറഞ്ഞേ, പഠിക്കുന്നല്ലേ നിങ്ങൾ? എന്താണ് ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്താണ് ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഹലോ നിവേദേ, നമ്മളെ എന്തുവാടാ ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ? അനക്കൊന്നുമില്ലല്ലോ, അവിടെ ഇല്ലേ നിവേദേ? ഹലോ എന്തോ ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ നിങ്ങൾ പഠിക്കുന്നല്ലേ? എന്തോ ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ അതാണോ ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ? മിസ് പഠിപ്പിച്ചില്ലേ എന്താ ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഇലക്ട്രോൺസും ഹോൾസുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. വേറെ ആരെങ്കിലും? കാർത്തികേ, എന്തോ ഒരു ബൈപോളാർ ട്രാൻസിസ്റ്റർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് രണ്ട് രീതിയിലും കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു. രണ്ട് പൊളാരിറ്റീസിലും ഇലക്ട്രോൺസിന്റെ കറണ്ടും ഹോൾ കറണ്ടും. അതുകൊണ്ടാണ് യൂണിപോളാർ എന്തായിരിക്കും? ഒരു പൊളാരിറ്റി മാത്രമേ. ശരി ശരി ശരി, പറഞ്ഞത് കറക്റ്റാണ്. അതായത് നിങ്ങൾക്ക് നീ പറഞ്ഞതും ഇലക്ട്രോണിക്സ് ഹോൾസിനെയും പറഞ്ഞ നിവേദ പറഞ്ഞതും കറക്റ്റാണ്. പക്ഷേ ചെറിയൊരു മോഡിഫിക്കേഷൻ കറക്റ്റ് വരുത്തിയുള്ളൂ, സത്യമാണ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിൽ നമ്മൾ ഇലക്ട്രോണിനെയും രണ്ടിനെയും ചാർജ് കാരിയേഴ്സായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും നമ്മൾ ചാർജ് കാരിയേഴ്സായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കറണ്ട് ഉണ്ടാവും. ഇലക്ട്രോണിൻ്റെ കറണ്ട് ഉണ്ടാവും, ഹോളിൻ്റെ കറണ്ട് ഉണ്ടാവും. അപ്പോൾ അതുണ്ടാകുമ്പം രണ്ട് ഡയറക്ഷനിലോട്ടും, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കില്ല പോകുന്നത്. ഇലക്ട്രോൺ ഒരു സൈഡിലോട്ട് ഫ്ലോ ചെയ്യുമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആര് ഫ്ലോ ചെയ്യുള്ളൂ? ഹോൾസ് വരുള്ളൂ ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് വേയിലും കണ്ടക്ഷൻ നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്ത് പേര് വിളിക്കും? ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബൈപോളാർ സിസ്റ്റം എന്ന് വിളിക്കും. അതല്ല നമ്മൾ ഇലക്ട്രോൺസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ, സിംഗിൾ ഡയറക്ഷനിൽ മാത്രം നമ്മൾ യൂഷ്വലി എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ യൂണിപോളാർ എന്ന് വിളിക്കും. അപ്പം നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിക് ഫാമിലീസും പറയുന്നത്. ബൈപോളാർ ലോജിക് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സാധനമാണ് ബൈപോളാർ ലോജിക് ഫാമിലീസും. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ബൈപോളാർ ലോജിക് ഫാമിലീസ്. യൂണിപോളാർ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെന്ത് പേര് വിളിക്കും? യൂണിപോളാർ. ഇപ്പോൾ നിങ്ങൾ ബൈപോളാറിൻ്റെ കേസ് നിങ്ങളൊരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞു, BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. യൂണിപോളാറിനൊരു എക്സാമ്പിൾ പറഞ്ഞേ, യൂണിപോളാർ ട്രാൻസിസ്റ്റേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞേ, എന്തുമായിരിക്കും? യൂണിപോളാർ ട്രാൻസിസ്റ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. ആർഷേ മോളെ എന്ന് പറഞ്ഞേ, എന്തുവാടാ യൂണിപോളാറിൻ്റെ? ഹലോ എന്തുവാടാ ഒരു യൂണിപോളാർ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞേ? എന്തെങ്കിലും അറിയാമോ? വിജിത്തെ പറഞ്ഞടാ,
ഒരു യൂണിപോളർ, നിങ്ങൾ പഠിക്കുന്നല്ലേ, ഒരു യൂണിപോളർ ട്രാൻസിസ്റ്ററിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. FET ഒക്കെ യൂണിപോളർ ആണോ, ഉറപ്പാണോ? ശരി, ആയിക്കോട്ടെ, ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ അറിയാമെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പം നമ്മളൊരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ FET എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രണ്ട് കറണ്ട് ഇല്ല, ഒറ്റ പൊളാരിറ്റി ഉള്ളൂ. സോ നമുക്കതിനെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ നമ്മളതിന് വിളിക്കാം. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ മോസ്ഫെറ്റ് പഠിച്ചു, എന്തോ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്, അതായത് മോസ്ഫെറ്റുകൾ ഫെറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു ലോജിക് സിസ്റ്റം IC ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, വി ക്യാൻ കോൾ ഇറ്റ് ആസ് യൂണിപോളർ ലോജിക് ഫാമിലി. അതർവൈസ് നമ്മൾ സാധാരണ BJT ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ബൈപോളർ ലോജിക് ഫാമിലീസ്. അങ്ങനെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലോജിക് ഫാമിലീസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചു. അതിന് പല ഫാമിലി സിസ്റ്റംസ് ഉണ്ട്. ലോജിക് ഫാമിലിയുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ അടുത്തതിലേക്ക് പോകാം. അതിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് ടെർമിനോളജീസ് പഠിക്കണം. അതായത് ഒരു ഡിജിറ്റൽ IC സ്പെസിഫിക്കേഷൻ ടെർമിനോളജി. ഒരു ഡിജിറ്റൽ ICയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ്, അതിൻ്റെ ആ സ്പെസിഫിക്കേഷന് നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. കുറച്ചധികം ടേംസ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടേ പറ്റുള്ളൂ. കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന അതിലൊന്നെന്ന് പറഞ്ഞത് ത്രെഷോൾഡ് വോൾട്ടേജ്. എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജ്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ത്രെഷോൾഡ് ഞാൻ ഓരോന്നിനും എഴുതിയിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ത്രെഷോൾഡ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വേറൊരു മെറ്റീരിയൽ തന്നു കണ്ടായിരുന്നോ? നിങ്ങൾക്കൊരു ആനന്ദ് കുമാറിൻ്റെ ടെക്സ്റ്റിൻ്റെ ലൈബ്രറിയിലുള്ള ടെക്സ്റ്റാണ്. നിങ്ങൾ ലൈബ്രറി വന്നിരുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നോക്കാം. അതിനകത്തുനിന്നാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പോർഷൻസ് അതിനകത്തുനിന്നാണ് നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പം. നെക്സ്റ്റ്, അപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഗേറ്റ്, ആൻഡ് ഗേറ്റോ എന്തായിക്കോട്ടെ, ആ ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ, ആ ഒരു ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ എത്ര വരെ വാല്യൂ വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ ഞാൻ കൊടുക്കുമ്പോൾ ആ സിഗ്നലിൻ്റെ വോൾട്ടേജ് എത്ര വരെ വാല്യൂ വന്നാൽ അത് ഒരു ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻപുട്ട് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇൻപുട്ടിൻ്റെ ആ വോൾട്ടേജ് ലെവൽ ഈ ഗേറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ തക്ക എന്താ പറയുന്നത്, അതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് വാല്യൂ വരെ വന്നാലേ, അല്ലെങ്കിൽ ഏത് വാല്യൂവിൽ മേളിൽ പോയാലേ, ഈ വോൾട്ടേജിൻ്റെ വാല്യൂവിൽ മേളിൽ പോയാലേ ഇൻപുട്ടിലൊരു ആ വോൾട്ടേജ് വരുമ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മാറുകയുള്ളൂ. ഒരിടത്തുനിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ലോജിക് ലെവലിലേക്ക് 0 to 1 1 to 0 മാറുകയുള്ളൂ. അപ്പം മിനിമം വോൾട്ടേജ് ലെവൽ വിച്ച് ഈസ് റിക്വയർഡ് അറ്റ് ദി ഇൻപുട്ട് ഓഫ് എ ഗേറ്റ് ഫോർ ആൻ ഔട്ട്പുട്ട് ചേഞ്ച്, ഔട്ട്പുട്ട് ലോജിക് ലെവൽ ചേഞ്ച് 0 to 1 1 to 0. ആ ലോജിക് ലെവൽ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇൻപുട്ടിൽ വേണ്ട മിനിമം വോൾട്ടേജ് ലെവൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് വോൾട്ടേജ്. അതുപോലെ തന്നെ വേറൊരെണ്ണമെന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ. എന്താണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഗേറ്റ് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൽ നമ്മളൊരു വാല്യൂ ഡേറ്റ കൊടുത്താൽ ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടി, ഒരു സിഗ്നൽ കൊടുത്താൽ അത് ഔട്ട്പുട്ടിലേക്ക് ട്രാവൽ ചെയ്ത് ഔട്ട്പുട്ടിൽ എത്താൻ വേണ്ടി ഒരു ഡിലേ എടുക്കും. വളരെ മൈന്യൂട്ട് ആയിരിക്കും, ചിലപ്പോൾ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. പക്ഷേ ദെയർ വിൽ ബി, ഐഡിയൽ കേസിൽ മാത്രമേ ഡിലേ ഇല്ല, 0 ഡിലേ വരുള്ളൂ. പക്ഷേ പ്രാക്ടിക്കൽ കേസിലെല്ലാം നമുക്ക് അവിടെ ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പഗേഷൻ ഡിലേ. ഒരു സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്താൽ ആ സിഗ്നൽ ഔട്ട്പുട്ടിൽ എത്താനുള്ള സമയം, പ്രൊപ്പഗേറ്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ എത്താനുള്ള ടൈം നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പഗേഷൻ ഡിലേ. ആ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്ന സാധനം യൂഷ്വലി നമുക്ക് പല രീതിയിൽ, ഈ ട്രാൻസിഷൻ എന്താ പറയുന്നത്, നമുക്ക് രണ്ട് രീതിയിൽ പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത്, അതിനെ എങ്ങനെ പറയും, നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് എടുക്കുന്ന സമയം, അത് ഓക്കെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് നമുക്ക് ആ ഡിലേക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ലോയും വരാം, ഇപ്പോൾ 0 to 1 നമുക്ക് പോകാൻ, ചിലപ്പം 1 to 0 നമുക്ക് പോകാം. ഈ രണ്ടും ഒരേ സ്പീഡിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ എന്താ പറയുന്നത് ടൈം തന്നെ ആവണമെന്നില്ല. അതായത് 1 to 0 ആവാൻ ചിലപ്പോൾ കൂടുതൽ ടൈം എടുത്തേക്കാം, ചിലപ്പം 0 to 1 ആവാൻ കൂടുതൽ ടൈം എടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയാൻ പറ്റില്ല. അതായത് 0 നിന്ന് 1 പോകാൻ എടുത്ത സമയം ഇതാണ് പ്രൊപ്പഗേഷൻ ഡിലേ, അല്ലെങ്കിൽ 1 to 0 ആണ് പോയെടുത്ത സമയം ഇതാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡിഫറൻസ് ഉണ്ടാവാം.
രണ്ട് ഹാഫ് സൈക്കിളിലും രണ്ട് ചേഞ്ചിലും ഡിഫറൻസ് ഉണ്ടാകും. 0 to 1 ആകുമ്പോൾ ടൈം ആയിരിക്കത്തില്ല, ചിലപ്പോൾ ചില കേസിൽ 1 to 0 വന്നിരുന്നത്. അപ്പോൾ സോ നമുക്ക് കറക്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതിനൊരു റിലേഷൻ ഉണ്ട്. ടി പി ഡി എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ടൈം, അല്ലെങ്കിൽ പി ഡി എന്നുള്ളത് സഫിക്സ് ആണ്. പി ഡി ടൈം, പി ഡി എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. അത് എത്രയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ്. ടൈം ടു നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ ഫോർ ലോ ടു ഹൈ, ടൈം ടേക്കൺ അല്ലെങ്കിൽ ഫോർ പ്രൊപ്പഗേഷൻ ഫ്രം ലോ ടു ഹൈ, ലോ ടു ഹൈയിലോട്ട് പോകാൻ എത്ര എടുക്കുന്നോ, പ്ലസ് ടൈം ടേക്കൺ ഫോർ പ്രൊപ്പഗേഷൻ ഫ്രം ഹൈ ടു ലോ, ലോ ടു ഹൈ പോകാൻ എത്ര സമയം എടുക്കുന്നു, പ്ലസ് ഹൈ ടു ലോ പോകാൻ എത്ര സമയം എടുക്കുന്നു, അതിൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പ്രൊപ്പഗേഷൻ ഡിലേ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഈക്വേഷനൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പരീക്ഷയ്ക്ക് എന്തായാലും ആവശ്യം വരും. നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക്കായിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിലും നിങ്ങൾക്ക് എന്താണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ പ്രോബ്ലം ചോദിക്കത്തില്ല, എൻ കേസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ചെയ്യും. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുത്താൽ അല്ലെങ്കിൽ സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടാനുള്ള സമയം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരാൻ എടുക്കുന്ന സമയം, ഈ സമയം എന്ന് പറയുന്നത് ആണ് പ്രൊപ്പഗേഷൻ ഡിലേ. അതിൻ്റെ ഇക്വേഷൻ്റെ കാര്യമാണിത്. ഇനി വേറൊരു ഇത് പറയുവാണെങ്കിൽ പവർ ഡിസിപ്പേഷൻ. പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ്? പവർ ഡിസിപ്പേഷൻ അതായത് നമ്മൾ ഒരു സർക്യൂട്ട് റൺ ചെയ്യുമ്പോൾ, ഒരു സർക്യൂട്ട് എന്താ പറയുന്നത് ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴോ, ആ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്, ആ കറണ്ട് അത് ഈ സർക്യൂട്ടിൻ്റെ സപ്ലൈയിൽ നിന്ന് ഡ്രോ ചെയ്യും അല്ലെങ്കിൽ വലിച്ചെടുക്കും. നിങ്ങളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഐ സി കണക്ട് ചെയ്യണമെങ്കിൽ ആ ഐ സിക്ക് നിങ്ങളൊരു വോൾട്ടേജ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈ കൊടുക്കണം. ആ പവർ സപ്ലൈ വി സി സിയും ഗ്രൗണ്ടും പവർ സപ്ലൈ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഐ സി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഐ സി വർക്ക് ചെയ്യുന്നപ്പോൾ എന്താ റീസൺ എന്താ, അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് അതിൻ്റെ സപ്ലൈയിൽ നിന്ന് വലിച്ചെടുക്കുക അല്ലെങ്കിൽ ഡ്രോ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രോ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പവർ, അതാണ് പവർ. ആ എടുക്കുന്ന പവറിന് എത്രമാത്രം പവർ വലിക്കുന്നു എന്നുള്ളതാണ് പവർ ഡിസിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് വലിച്ചെടുക്കുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം ആ ഐ സി ഇപ്പോൾ ഹൈ സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് ലോജിക് ലോ സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് അനുസരിച്ച് ആ വലിച്ചെടുക്കുന്ന പവറിലും വ്യത്യാസം ഉണ്ടാവും. അത് ഹൈ സ്റ്റേറ്റിലിരിക്കുമ്പോൾ വലിച്ചെടുക്കുന്ന പവർ ആയിരിക്കത്തില്ല ചിലപ്പോൾ ലോ സ്റ്റേറ്റിലിരിക്കുമ്പം വലിച്ചെടുക്കുന്ന പവർ. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പം നമുക്ക് പറയുന്നത് അതിനകത്ത് ഏതിനകത്താണോ നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏതാണോ കൂടുതൽ ആ വാല്യൂ നമ്മൾ എടുക്കും. എങ്കിലും നമ്മൾ യൂഷ്വലി പറയുന്നത് പവർ ഡിസിപ്പേഷൻ, ഒരു സർക്യൂട്ടിൻ്റെ പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് ഗേറ്റിൻ്റെ പവർ ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആ ലോജിക് ഗേറ്റിന് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ. അതാണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതെന്ന് പറയത്തില്ല, അറ്റ്ലീസ്റ്റ് 50% ഡ്യൂട്ടി സൈക്കിളെങ്കിലും വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ. അതായത് ഒരു ലോജിക് ഗേറ്റിന് അതിൻ്റെ 50% ഡ്യൂട്ടി സൈക്കിളെങ്കിലും വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവറിനാണ് നമ്മൾ എന്താ പേര് വിളിക്കുന്നത്, അതിൻ്റെ വലിച്ചെടുക്കുന്നത്. ആ ആവശ്യമുള്ള പവർ അത് സോഴ്സിൽ നിന്ന് വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ പവർ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന പവറിനാണ് നമ്മൾ വിളിക്കുന്നത് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ആണെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ യൂഷ്വലി അതുപോലെ തന്നെ ഇത് ഏത് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുമ്പോഴാണെന്നുള്ളതും മാറ്റർ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ നമ്മൾ ഡ്യൂട്ടി സൈക്കിളിൻ്റെ വാല്യൂ മാറും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുന്നത് ഹൈ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഡ്യൂട്ടി സൈക്കിളിൻ്റെ വാല്യൂ പിന്നെയും മാറും. അല്ലെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എന്താണെന്ന് അറിയാവുന്ന വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്രമാത്രമാണ് നിങ്ങളുടെ ഡിഫറൻസ്, അല്ലെങ്കിൽ ലോജിക് ലെവൽ ഹൈയും ലോജിക് ലെവൽ ലോയും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ്. ടോട്ടൽ നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ അതാണ് 100 ആണ്. അപ്പോൾ നിങ്ങളൊരു 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺ ടൈം എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ഓഫ് ടൈം. അതുകൊണ്ടാണ് അതിന് 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞത്. ഇപ്പോൾ 25% ഡ്യൂട്ടി സൈക്കിൾ 25-75 ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 25% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ 25% ടൈം ഓണും അല്ലെങ്കിൽ 75% ടൈം ഓഫും ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഡ്യൂട്ടി സൈക്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് 50% ഡ്യൂട്ടി സൈക്കിൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ലോജിക് ഗേറ്റ് വലിച്ചെടുക്കുന്ന പവറിന് അല്ലെങ്കിൽ കറണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ്. കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ടും വോൾട്ടേജോടെ ചേർന്ന് വരുന്നതാണ് പവർ എന്ന് പറയുന്ന പേരാണ് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനകത്ത് ഒരു ഗേറ്റിൻ്റെ പവർ ഡിസിപ്പേഷന് ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മളതിനകത്ത് പറയുന്നത്. ഇപ്പോൾ ഒരു പവർ ഡിസിപ്പേഷൻ നമ്മൾ വിളിക്കുന്ന പേര് പി ഡി എന്നാണ്. പവർ ഡിസിപ്പേഷൻ നമ്മൾ ഇക്വേഷൻ വിളിക്കുന്നത് അല്ലെങ്കിൽ ടേം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഡി എന്നാണ്. പി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ, നമ്മൾ എത്രയാണ് എന്നാലും V × I ആണ് പവർ, P = VI നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് VCC ഇൻറ്റു അത് വലിച്ചെടുക്കുന്ന കറണ്ട്, അത് ഞാൻ വിളിക്കുന്ന പേര് ICC എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്ന ICC എനിക്ക് പറയാൻ പറ്റില്ല. കാരണം
ആണെങ്കിൽ കറണ്ട് ഫുള്ള് വലിച്ചെടുക്കുന്നത് ഇതിനകത്തുള്ള ഗേറ്റുകളാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഐ സിയുടെ കേസ് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഇൻറ്റു ഐ സി സിയുടെ കൂടെ അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വലിച്ചെടുക്കുന്ന കറണ്ടിൻ്റെ ഒരു ആവറേജ് വാല്യൂ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു വലിച്ചെടുക്കുന്ന കറണ്ടിൻ്റെ ഒരു ആവറേജ് വാല്യൂ ഡിവൈഡ് ബൈ ഒരു എന്നും കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐ സി എന്ന് പറയുമ്പോൾ ആ ഐ സിക്കകത്ത് ഒരുപാട് ഗേറ്റുകൾ കാണും. ഒരു ഐ സി എന്ന് പറയുമ്പോൾ ആ ഐ സിക്കകത്ത് ഒരു ഗേറ്റോ 2 ഗേറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1000 ഗേറ്റ് ആയിരിക്കും, ചിലപ്പോൾ 10000 ഗേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ എൻ എന്ന് പറയുന്ന സാധനം നമ്പർ ഓഫ് ഗേറ്റ്സ് ആണ്. അതായത് ഒരു ഐ സിക്കകത്തുള്ള നമ്പർ ഓഫ് ഗേറ്റ്സ് ആണ് എൻ. അപ്പോൾ ടോട്ടൽ ആവറേജ് കറണ്ട് മൊത്തത്തിൽ ഐ സി വലിച്ചെടുക്കുന്ന ആവറേജ് കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഗേറ്റ്. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും? ഒരു ഗേറ്റ് വലിച്ചെടുക്കുന്ന കറണ്ട് കിട്ടും. നമുക്ക് ഒരിക്കലും ഒരു ഐ സി എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ ഓരോ ഗേറ്റും വലിച്ചെടുക്കുന്ന കറണ്ട് നമുക്ക് മൈന്യൂട്ടായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ചെറിയൊരു 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ ഐ സിക്കകത്ത് 1000, 10000, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഗേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഓരോ ഗേറ്റും എന്തുമാത്രം കറണ്ട് വലിച്ചെടുക്കും നമുക്ക് ഫിസിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും? മൊത്തം എത്ര കറണ്ട് ഈ ഐ സി വലിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് നമ്പർ ഓഫ് ഗേറ്റുകൾ ഡിവൈഡ് ചെയ്താൽ ആവറേജ് രീതിയിൽ ഒരു ഗേറ്റ് എന്തുമാത്രം കറണ്ട് വലിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ഗേറ്റ് എന്തുമാത്രം കറണ്ട് വലിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് കൊടുത്തേക്കുന്ന സപ്ലൈ വോൾട്ടേജ് പാരലല്ല, എല്ലാവർക്കും ഒരേ വോൾട്ടേജ് ആയിരിക്കുമല്ലോ. അപ്പോൾ എത്ര വോൾട്ടേജ് കൊടുത്തോ ഇൻറ്റു ഒരു ഗേറ്റിന് വലിക്കുന്ന കറണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഗേറ്റ് വലിക്കുന്ന പവർ ഡിസിപ്പേഷൻ നമുക്ക് കിട്ടും. പി ഡി ഇസിക്കൽ വി സി സി ഇൻറ്റു ഐ സി സി ആവറേജ് ഡിവൈഡ് ബൈ എൻ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ? പവർ ഡിസിപ്പേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ 3 വാല്യൂസ് പഠിച്ചു: ത്രെഷോൾഡ് വോൾട്ടേജ്, പ്രൊപ്പഗേഷൻ ഡിലേ, പവർ ഡിസിപ്പേഷൻ. ഇതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഏതെങ്കിലും 1-2 ഇതുകൂടെ പറയാം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു 2 ടേമുകളാണ് ഫാൻ ഇന്നും ഫാൻ ഔട്ടും. കാരണം ഫാൻ ഇന്നും ഫാൻ ഔട്ടും. എന്താണ് ഫാൻ ഇന്നും ഫാൻ ഔട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാൻ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഐ സി, ആ ഐ സിക്കകത്ത് 1 ഇൻപുട്ടുള്ള ഐ സി കാണും, 2 ഇൻപുട്ടുള്ള ഐ സി കാണും, 3 ഇൻപുട്ടുള്ള ഐ സി കാണും. അങ്ങനെ പല നമ്പർ ഓഫ് ഇൻപുട്ടുകളുള്ള ഐ സികൾ കാണും. അപ്പോൾ അതിൽ എത്രയാണ് ഒരു പർട്ടിക്കുലർ ഗേറ്റിൻ്റെ ആ ഗേറ്റ് ഡിസൈൻ ചെയ്തപ്പോൾ എത്ര ഇൻപുട്ടുകളെ വരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഗേറ്റ് ഡിസൈൻ ചെയ്തത്. അതായത് മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്ട്, ആ ഗേറ്റിന് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ ആ ഗേറ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് മാക്സിമം എത്ര ഇൻപുട്ടുകൾ വരെ കൊടുക്കാം എന്നുള്ളതാണ് ഫാൻ ഇൻ എന്ന് പറഞ്ഞാൽ. ഇൻപുട്ടിൽ എത്രമാത്രം കണക്ഷൻസ് വരെ കൊടുക്കാം, എന്തുമാത്രം ഇൻപുട്ട്സ് വരെ ഒരേ സമയം കൊടുക്കാം, അല്ല എത്രമാത്രം ഇൻപുട്ടുകൾ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫാൻ ഇൻ എന്ന് പറയുന്നത്. ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുമായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച്, അതായത് ഔട്ട്പുട്ടിൽ എത്രമാത്രം ഔട്ട്പുട്ടിനെ വരെ കണക്ട് ചെയ്യാം. ഇവിടെ ഫാൻ ഔട്ടിൽ ഒരു ചെറിയൊരു നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഫാൻ ഔട്ട് നമ്മൾ വേറൊരു പേരോട് വിളിക്കും ലോഡിംഗ് ഫാക്ടർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു ഗേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഒരു ആൻ ഗേറ്റ് ചുമ്മാ വരച്ചു. ഇതിലിപ്പോൾ എനിക്ക് ഇപ്പോൾ 2 ഇൻപുട്ടിൽ 3 ഇൻപുട്ട് ആൻ ഗേറ്റ് ആണെന്ന് വിചാരിക്കുക. 3 ഇൻപുട്ട് ആൻ ഗേറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റിൻ്റെ ഫാനിന് എത്രയായിരിക്കും? ഫാനിനെന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. കാരണം 3 ഇൻപുട്ടിനെ അതിന് കൊടുക്കാൻ പറ്റും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. ഔട്ട്പുട്ടിൻ്റെ എണ്ണം ഒന്നേ ഉള്ളൂ. പക്ഷേ ഈ ആൻ ഗേറ്റ് ചിലപ്പോൾ എനിക്ക് ഈ ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാം, ഇവിടെ വേറൊരു സർക്യൂട്ട്, ഇവിടെ വേറൊരു സർക്യൂട്ട്, ഇവിടെ വേറൊരു സർക്യൂട്ട്, എന്നിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഓർ ഗേറ്റ്, ഇവിടെ വേണമെങ്കിൽ ഒരു ആൻ ഗേറ്റ്, ഇവിടെ വേണമെങ്കിൽ ഒരു എക്സോർ ഗേറ്റ്, ഇവിടെ വേണമെങ്കിൽ ഒരു നാൻ ഗേറ്റ്, ഇങ്ങനെ കുറേ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തൂടെ? ചുരുക്കം പറഞ്ഞാൽ ഈ ഗേറ്റുകളെല്ലാം ശരിക്കും പവർ വലിച്ചെടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഇതിൻ്റെ മുമ്പുള്ള ഈ സോഴ്സായിട്ടുള്ള ഇവിടെ നിന്നായിരിക്കുമല്ലോ പവർ വലിച്ചെടുക്കുന്നത്. ഈ ഗേറ്റുകൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവറുകൾ എവിടെ നിന്നായിരിക്കും വലിച്ചെടുക്കുന്നത്? ഇവിടെ നിന്നായിരിക്കും വലിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ പവറിൻ്റെ സോഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർക്ക് പവർ ലോഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഐ സി ആയിരിക്കും. അപ്പോൾ ഈ ഐ സി അല്ലെങ്കിൽ ഈ ഒരു ഗേറ്റിന് ഇത്രയും പേർക്ക് ഒരുമിച്ച് പവർ കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ, കൊടുക്കാനുള്ള സോഴ്സ് ചെയ്യാൻ, ലോഡ് ചെയ്യാൻ ഉള്ളൊരു കേപ്പബിലിറ്റി ഈ ഒരു ഗേറ്റിന് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? ഈ ഗേറ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കണക്ട് ചെയ്ത നമ്പർ ഓഫ് ഗേറ്റുകൾക്കോ അല്ലെങ്കിൽ സർക്യൂട്ടുകൾക്കോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ലോജിക് സർക്യൂട്ടുകൾക്കോ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഔട്ട്പുട്ടിൽ നമുക്ക് വാല്യൂസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഉള്ള ആ സർക്യൂട്ടിലെല്ലാം കൊണ്ട് കണക്ട് ചെയ്താൽ ഈ ഗേറ്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു ദി ഔട്ട്പുട്ട് ഓഫ് എ ഗേറ്റ്, maximum number of circuits അല്ലെങ്കിൽ ഗേറ്റ് എന്ന് വെച്ചു, maximum number of outputs that can be taken from the output of a gate
വിത്തൗട്ട് ഡിസ്റപ്റ്റിംഗ് ദി നോർമൽ ഓപ്പറേഷൻ ഓഫ് എ ഗേറ്റ്. ഒരു ഗേറ്റിൻ്റെ നോർമൽ ഓപ്പറേഷനെ ഡിസ്റപ്റ്റ് ചെയ്യാതെ അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് മാക്സിമം വേറെ എത്ര പേരെ വരെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഫാൻ ഔട്ട് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതനുസരിച്ചായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിന് ഞാനിപ്പം ഒരു ഫാൻ ഔട്ട് ഒരു 4 വെച്ചാണ് ഡിസൈൻ ചെയ്തേക്കുന്നതെങ്കിൽ അതിന് 4 സർക്യൂട്ടുകൾ അല്ലെങ്കിൽ 4 ഔട്ട്പുട്ട് വരെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 4 കൂടുതൽ 5 6 വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, ഇത് ഈ ഗേറ്റ് ഇത് ആൻ ഗേറ്റ് ആണെന്നെങ്കിൽ ആൻ ഗേറ്റ് വർക്ക് ചെയ്യേണ്ട, ഇത് തന്നെ ആര് വർക്ക് ചെയ്യണമെന്നില്ല, ആ ഗേറ്റ് വർക്ക് ചെയ്യണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, എന്താ പറയുന്നത്, ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. ഈ ഫാൻ ഔട്ട് തന്നെ 2 രീതിയിലുണ്ട്. ഫാൻ ഔട്ട് തന്നെ 2 രീതിയിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കുമ്പോൾ അഥവാ ഹൈ ആയിരിക്കുമ്പോൾ, ഈ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കുമ്പോൾ ഹൈ ആയിരിക്കുമ്പോൾ ഉള്ള ഫാൻ ഔട്ടും ഉണ്ട്. ഈ ഗേറ്റിൻ്റെ വാല്യൂ 0 ലോ ആയിരിക്കുമ്പോഴുള്ള ഫാൻ ഔട്ടും ഉണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗേറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, ഈ ഗേറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ പവറുണ്ട്, ഹൈ ആണ്. ഈ ഒരു ഇവിടെ ഇപ്പം ഞാൻ അങ്ങോട്ട് സർക്യൂട്ട് കണക്ട് ചെയ്തേക്കാന്ന് വിചാരിക്കുക, ആൻ ഗേറ്റ് ഓർ ഗേറ്റ് എക്സ് ഓർ ഗേറ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹൈയാ, ഇവർക്ക് പവർ വേണം. അപ്പോൾ നമ്മുടെ പവർ ഇവിടുന്ന് എങ്ങോട്ട് വലിക്കും, ഇവിടുന്ന് ഈ ഗേറ്റിൽ നിന്ന് അങ്ങോട്ട് വലിക്കും ഇവർക്ക് കൊടുക്കാനുള്ള പവർ. മനസ്സിലാവുന്നുണ്ടോ? ഹൈ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു പരിധി, ഇപ്പം ഇതാണ് നമ്മുടെ സോഴ്സ്, ഇതുകളൊക്കെ എന്തുവാ, സിങ്കാ. നമ്മൾ സോഴ്സിൽ നിന്ന് സിങ്ക് എന്നാണ് വിളിക്കുന്നത്. പവർ എടുക്കുന്ന സ്ഥലം സോഴ്സും ആണെങ്കിൽ റിസീവ് ചെയ്യുന്ന സ്ഥലം സിങ്കും. ഇവിടുന്ന് സോഴ്സ് ചെയ്യും, ഇവിടെ സിങ്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല 1 ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ ഔട്ട് എത്രമാത്രം പേർക്ക് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പവർ കൊടുക്കാൻ പറ്റും, അതനുസരിച്ചാണ് ഫാൻ ഔട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ ലോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതും എന്തുമായിട്ട് വർക്ക് ചെയ്യും, സോഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇതെന്തുമായിട്ട് വർക്ക് ചെയ്യും, സിങ്കായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് എടുക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സിങ്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മുടെ ഔട്ട്പുട്ടുള്ള ഗേറ്റുകളിൽ നിന്ന് കറണ്ടിനെ ഇങ്ങോട്ട് സിങ്ക് ചെയ്യാൻ പറ്റും എന്നനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫാൻ ഔട്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുമ്പം അതിനൊരു ഫാൻ ഔട്ട് കാണും. അത് നമ്മൾ വിളിക്കുന്നത് എന്തുവാ, ഹൈ സ്റ്റേറ്റ് ഫാൻ ഔട്ട്. ഒരു ഗേറ്റ് ഹൈ, അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുമ്പോഴുള്ള അതിൻ്റെ ഫാൻ ഔട്ടിന് വിളിക്കുന്ന പേരാണ് ഹൈ സ്റ്റേറ്റ് ഫാൻ ഔട്ട്. ആ ഗേറ്റ് ലോ ആയിരിക്കുമ്പോൾ, ആ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കുമ്പോൾ ഉള്ള ഫാൻ ഔട്ട് എന്ത് വിളിക്കും, ലോ സ്റ്റേറ്റ് ഫാൻ ഔട്ട് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ 2 ഫാൻ ഔട്ട് ഒരു ഐ സിക്ക് ഉണ്ടാവും. ഹൈ സ്റ്റേറ്റ് ഫാൻ ഔട്ട് ഉണ്ടാവും, ലോ സ്റ്റേറ്റ് ഫാൻ ഔട്ട് ഉണ്ടാവും. ഇതിൽ ഏതാണോ ലോവർ, ഈ ഹൈ സ്റ്റേറ്റിൽ ഫാൻ ഔട്ടിലും ലോ സ്റ്റേറ്റ് ഫാൻ ഔട്ടിലും ഏതാണോ ചെറിയ വാല്യൂ, ഏതാണോ ലോവർ വാല്യൂ, അതായിരിക്കും ആ ഐ സിയുടെ ഫാൻ ഔട്ട്. അതായത് ഒരു ഐ സിക്ക് തന്നെ 2 ഫാൻ ഔട്ട് ഉണ്ട്, ഹൈ ആയിരിക്കുമ്പോഴും ലോ ആയിരിക്കുമ്പോഴും. അതിൽ ഏതാണോ ചെറുത് അതാണ് ആ ഐ സിയുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫാൻ ഔട്ട്. വിച്ച് മീൻസ് ഇപ്പോൾ ഹൈ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഫാൻ ഔട്ട്, ഹൈ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫാൻ ഔട്ട് 5ഉം ലോ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫാൻ ഔട്ട് 3ഉം ആണെങ്കിൽ ആ ഐ സിയുടെ ഫാൻ ഔട്ട് മാക്സിമം 5 വരെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാമെങ്കിലും ആ ഐ സിയുടെ സ്പെസിഫൈഡ് ഫാൻ ഔട്ട് എത്രയാ, 3 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സമയം തീരാറായി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഇത്രയും മതി. നമ്മൾ ഏതൊക്കെ ഇതാ പഠിച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ ഏതൊക്കെയായിരുന്നു, ത്രെഷോൾഡ് വോൾട്ടേജ്, പ്രൊപ്പഗേഷൻ ഡിലേ, പവർ ഡിസിപ്പേഷൻ, ഫാനിന് ഫാൻ ഔട്ട്. കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. കേട്ടോ, താങ്ക് യു.